നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ കൊല്ലം DCCയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ നമ്മുടെ പൂർവികന്മാർ സഹിച്ച ത്യാഗങ്ങൾ, ത്യജിച്ച ജീവനുകൾ, അനേകായിരം ജീവനുകൾ നമ്മുടെ പൂർവികന്മാർ ത്യജിച്ചിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. അവരുടെ എല്ലാം സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കൊട്രയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രത്യേക പരിപാടികളും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സഹന സമരങ്ങളുടെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം. ഒട്ടനവധി ഭഗത് സിംഗ് അടക്കമുള്ള ഒട്ടനവധി ആളുകൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അംഗൻവാടി ടീച്ചർ, അംഗൻവാടി ഹെൽപ്പർ, മറ്റ് രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗം നമ്മുടെ രാജ്യം ഇന്ന് വിപുലമായി ആഘോഷിക്കുകയാണ്. നമ്മുടെ ഈ അംഗൻവാടിയിൽ ഇങ്ങനെ ആഘോഷിക്കാൻ നേതൃത്വം നൽകിയ ടീച്ചർ, ഹെൽപ്പർ, മറ്റ് ഹെൽപ്പർ, എല്ലാ പ്രിയപ്പെട്ട ബന്ധുങ്ങൾ അറിയാം. ഇന്ന് ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാളിതുവരെയായി ഭാരതത്തിൽ എല്ലായിടത്തും ഇത്തരം ആഘോഷങ്ങൾ നടന്നു. പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം ആചരിച്ചു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ചിങ്ങം 1 ചാത്തന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണവും മുതിർന്ന കർഷകരെ ആദരിക്കലും ചാത്തന്നൂർ MLA ശ്രീ GS ജയലാൽ ഉദ്ഘാടനം ചെയ്തു. കൊട്ര ദേവീകൃപയിൽ വസന്തകുമാരി അമ്മ അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതയ്ക്ക് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. പകൽക്കുറി ദർഫയിൽ വീട്ടിൽ ആരോമൽ അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. വെളിയം പടിഞ്ഞാറ്റിങ്കര കളിക്കമെല്ലതിൽ സിനോജ് അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. നെടുമൺകാവ് കൊമ്പമുക്കിൽ വിനോദ് ഭവനിൽ രാമചന്ദ്രൻ അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.